പഴയ ആൾക്കാർ കപട സദാചാരമാണ് ഈ പ്രായമായ ആൾക്കാർ ചെയ്യുന്നത്. അവർക്ക് ഈ വികാരം നന്നായിട്ട് ഉണ്ട് എന്നിട്ട് പുറമെ കാണിക്കണം. 1 അപരാധം, 2 അഡൽട്ടാണ്, 3 കോമാളിത്തം. ഇത് 3 ഏറ്റവും കൂടുതൽ റീച്ചുള്ളത്. ഇൻറ്റിമേഷൻ ഇല്ലാത്ത ഏത് പടം എല്ലാ മിക്ക സിനിമയിലും ഇൻറ്റിമേഷൻ ചെയ്യുന്നു. അതായത് ഇവിടെ പാർവതി തിരുമോത്തിനെ കൊണ്ട് കശ്യപയെ കുറ്റം പറയിപ്പിച്ചത് ഗിരിമോഹൻദാസാണ്. ന്യൂജൻ പിള്ളേർക്ക് കുഴപ്പമില്ല. ന്യൂജൻ പിള്ളേർ അവർക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയതുകൊണ്ട് അവർക്ക് സെക്സ്വലി ഫസ്റ്റേറ്റർ അല്ല. എല്ലാവരും അതിനെ കുറ്റം പറയും. പക്ഷെ അങ്ങനത്തെ അഡൾട്ടൊക്കെ ഓടുള്ളൂ. കാരണം ഇവിടുത്തെ ആൾക്കാർ സെക്സ്വലി ഭയങ്കര ഫസ്റ്റേറ്റർ. അത് കാരണം റിലീജിയൻ കാരണമാണ്. ഗിരിമോഹൻദാസ് പണ്ട് നല്ല ബുദ്ധിമതിയായ ആക്ടറാണ്, കഴിവിലുണ്ട്. പണ്ട് നല്ലൊരു നല്ല ആളായ. ഇപ്പോൾ കുറച്ച് മാറിയുണ്ട്, നെഗറ്റീവായിരുന്നു. അത് റിലീജിയസ് കൺട്രി ആയതുകൊണ്ടാണ്, മതപരമായ കൺട്രി ആയതുകൊണ്ട് യൂത്തിൽ ഹിപ്പോക്രസിയാണ്. എനിക്ക് ഇപ്പോൾ താല്പര്യമുള്ള കളി കണ്ടുവന്ന ഫ്രാൻസാണ്. എംബാപ്പെ ഒരാളില്ലേ, എംബാപ്പെ. ഭയങ്കര വിവാദമൊക്കെ ആയി നിൽക്കുന്നുണ്ട് അതിൻ്റെ ടീച്ചറൊക്കെ കാണുമ്പോൾ. കുറേ ഇൻറ്റിമേറ്റ് സീൻസ് മറ്റെല്ലാം ഉണ്ട്. അത് അങ്ങനത്തെ പടമാണല്ലോ, ടോക്സിക് ആണല്ലോ. പടത്തിൻ്റെ പേരിന് ടോക്സിക് എന്നാണല്ലോ. ടോക്സിക് ആകുമ്പോൾ ടോക്സിക് എലമെൻസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ഗീതുമോഹൻദാസിനെതിരെയാണ് കൂടുതലും വരുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവിടെ പോയി ഇവിടെ പാർവതി തിരുവോത്തിനെ കൊണ്ട് കശ്യപയെ കുറ്റം പറയിപ്പിച്ചത് ഗിരിമോഹൻദാസാണ്. പാർവതി തിരുവോത്തി ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ പറഞ്ഞുള്ളൂ. ആ പേര് പറയിപ്പിച്ചത് ഗിരിമോഹൻദാസാണ്, പാർവതി തിരുവോത്തി. അതുകൊണ്ട് പാർവതി തിരുവോത്തിന് ഒരുപാട് പ്രശ്നമുണ്ടായി. ഗിരിമോഹൻദാസ് പണ്ട് നല്ല ബുദ്ധിമതിയായ ആക്ടറാണ്, കഴിവിലുണ്ട്. പണ്ട് നല്ല ആളായ. ഇപ്പോൾ കുറച്ച് മാറിയുണ്ട്, നെഗറ്റീവായിരുന്നു. കുറെ മാറ്റിയത് പറയാനുണ്ട്, നിലപാടുകൾ മാറ്റി പറയാനുണ്ട്. ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഡയറക്ഷൻ നല്ലതാണ്. മറ്റേ ഒരു പടം ഉണ്ടായല്ലോ നിവിൻ പോളിയായിട്ട് ചെയ്ത മൂത്തോ എന്നുള്ള, അതിന് മുമ്പ് ഒരു ലയർ ടൈസ് എന്നുള്ള മൂവി ചെയ്തു. നല്ല ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. പക്ഷെ ആളുടെ സ്വഭാവം മാറിയുണ്ട്. അതല്ല അണ്ണാ, ഈ KGF-ന് ശേഷം റോക്കി ബായിയുടെ ഒരു പുതിയ പടത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക, പാൻ്റെ തന്നെ. അപ്പോൾ അത് ടോക്സിക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുമോ? പറയാൻ പറ്റില്ല. ഇപ്പോൾ ദൃശ്യം 1 ഹിറ്റായിട്ട് ദൃശ്യം 2 ആണെങ്കിൽ ഓടിയില്ലേ, അത് പറയാൻ പറ്റില്ല. പക്ഷേ ആൾക്കാർ ഭയങ്കര പ്രതീക്ഷയായിരിക്കും. പക്ഷേ എന്തൊക്കെ കുഴപ്പമുണ്ടതല്ല, അതാണ് അവർ റീഷൂട്ട് ചെയ്യാനും മറ്റൊരു പ്ലാൻ ചെയ്യണം. എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അണ്ണൻ കാത്തിരിക്കുന്നുണ്ടോ പടത്തിന് വേണ്ടി? നല്ല പടമായിരിക്കും. ഇൻറ്റിമേഷൻ ഇല്ലാത്ത ഏത് പടം എല്ലാ മിക്ക സിനിമയിലും ഇൻറ്റിമേഷൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അല്ലെങ്കിൽ ടീച്ചറിലും ട്രെയിലറിലും അത് കാണിക്കില്ല. പ്യുവർലി ഒരു പക്ക കൊമേഴ്ഷ്യൽ പടമാണ്. സാധാരണ ഗിരിമോഹൻദാസ് കൊമേഴ്ഷ്യൽ പടം ചെയ്യുന്ന ആളല്ല. ഇത് പക്ക കൊമേഴ്ഷ്യൽ പടമാണ്. അതുകൊണ്ടല്ല ആ സീനിൽ മനഃപൂർവ്വം ആഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ അങ്ങനത്തെ സീൻസ് ഒന്നും അങ്ങനെ ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ? ഇന്ത്യയിൽ അങ്ങനെയുള്ള റിലീജിയസ് കൺട്രി ആയതുകൊണ്ടാണ്, മതപരമായ കൺട്രി ആയതുകൊണ്ട് യൂത്തിൽ ഹിപ്പോക്രസിയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. പിള്ളേരെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇവിടെയാണ്. അത് വിധത്തിൽ മതങ്ങൾ കാരണം ഉണ്ടാകുന്നത് ഹിപ്പോക്രസിയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവാണോ? നമ്മളുടെ സെക്സ് എഡ്യൂക്കേഷൻ മിക്ക സ്കൂളിലും കൊടുക്കുന്നില്ല, മിക്കവർക്കും കിട്ടുന്നില്ല. അതിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടുത്തെ ആൾക്കാർ സെക്സ്വലി വളരെ ഫ്രസ്ട്രേറ്ററാണ്. ഇവിടെ അങ്ങനത്തെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. ആ പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ പക്ഷേ ഈ ന്യൂജൻ പിള്ളേർക്ക് കുഴപ്പമില്ല. ന്യൂജൻ പിള്ളേർ അവർക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയതുകൊണ്ട് അവർക്ക് സെക്സ്വലി ഫസ്റ്റേറ്റർ അല്ല. ഇപ്പോൾ 80s 90s ഒക്കെയാണ് സെക്സ്വലി ഭയങ്കര ഫസ്റ്റേറ്ററാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഞാനെല്ലാം അങ്ങനത്തെ വീഡിയോസ് ഇടാൻ കാരണതാണ്. അതൊക്കെ ഓടുള്ളൂ. എല്ലാവരും അതിനെ കുറ്റം പറയും. പക്ഷെ അങ്ങനത്തെ അഡൾട്ടൊക്കെ ഓടുള്ളൂ. കാരണം ഇവിടുത്തെ ആൾക്കാർ സെക്സ്വലി ഭയങ്കര ഫസ്റ്റേറ്റർ. അത് കാരണം റിലീജിയൻ കാരണമാണ്. സെക്സ് ചെയ്യുന്ന പാപമാണ്, അങ്ങനെ തിങ്കിങ് ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർ ഇത് സെക്സ്വൽ ഫസ്റ്റേഷൻ വരാൻ കാരണം. അതായത് കുറ്റം പറഞ്ഞ കാര്യമില്ല, അത് സൊസൈറ്റിയുടെ കുഴപ്പമാണ്. ഇപ്പം മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല. ഹോളിവുഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഹോളിവുഡ് സിനിമകളിൽ അത്ര സീൻസ് ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഹോളിവുഡിൽ എത്ര ന്യൂസ് സീൻസ് എന്തൊക്കെ വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ തലമുറ കാണുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ പടത്തെ പൊക്കി പിടിക്കുന്നുണ്ട്. പക്ഷേ ന്യൂജൻ പിള്ളേരല്ലേ ആ പടം കാണുന്നത്. ന്യൂജൻ പിള്ളേരല്ലേ. പഴയ ആൾക്കാർ കപട സദാചാരമാണ് ഈ പ്രായമായ ആൾക്കാർ ചെയ്യുന്നത്. അവർക്ക് ഈ വികാരം നന്നായിട്ട് ഉണ്ട് എന്നിട്ട് പുറമെ കാണിക്കാനാണ്. ന്യൂജൻ പിള്ളേരല്ലേ ഇത് കാണുന്നത്, ഹോളിവുഡ് മൂവീസ് അല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഭയങ്കര ഹിറ്റ് ഒരു സിനിമയായിരുന്നു ഒബ്സഷൻ. അതിൻ്റെ സീൻസ് എല്ലാം ഇന്ത്യയിൽ വന്നപ്പോൾ സെൻസർ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു. ഇതൊരു ഹിപ്പോക്രസിയാണ്. ഇന്ത്യയിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഹിപ്പോക്രസിയാണ്. ഇവിടെ ആളിയും പിന്നെ എങ്ങനെ ഇത്ര പോപ്പുലേഷൻ വരും? ഇന്ത്യയിലല്ലേ ഏറ്റവും പോപ്പുലേറ്റഡ് കൺട്രി ഇന്ത്യയല്ല, വൺ ഓഫ് ദി. എന്തുകൊണ്ട് ഇത്ര പോപ്പുലേഷൻ കൂടാൻ കാരണം എന്താ? ഇമ്പോളിയനുണ്ടല്ലേ. ഇത് ഒരു ഹിപ്പോക്രസി തന്നെയാണ്. വെറും അതിനെ കുറിച്ച് തുറന്നു പറയുന്ന ആൾക്കാർ മോശക്കാർ. ഇപ്പോൾ ഞാനായാലും പണ്ടാണെങ്കിൽ മാധവിക്കുട്ടി അല്ലെങ്കിൽ ഗുണത്ത് കുഞ്ഞബ്ദുള്ള സെക്ഷനെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ മോശക്കാരായി. ഇത് ഈ കപട സദാചാരം കാണിക്കുന്ന ആൾക്കാർ പുറമേ വലിയ മാന്യമായിട്ട് നടക്കും. പക്ഷെ എല്ലാ പരിപാടിയും അവർ ഒപ്പിക്കുന്നു. ഇപ്പോൾ മമ്മൂട്ടിയുടെ പടം വന്നിട്ടുണ്ട്, അങ്കിള് പറഞ്ഞു പണ്ടൊരു പടം വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്ന മുഴുവൻ ഈ മലയാളികളുടെ കപട സദാചാരമാണ്.
ഇവർക്ക് കിട്ടാത്ത ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഓടിക്കുന്ന അങ്ങനത്തെ വീഡിയോസാണ്. അങ്ങനത്തെ വീഡിയോസേ ഓടുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ പിടിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ മണപ്പുറം ചെയ്യുന്നതാണ്. എനിക്കറിയാം അത് റീച്ച് കിട്ടും. മുഴുവൻ തെരുവിളിയായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഞാനന്ന് ഇവിടെ പോയില്ലേ മറ്റേ ശ്രീകണ്ഠനായ ടോക്ക് ഷോയിൽ പോയിട്ട് അന്ന് ഞാൻ പറഞ്ഞു 3 കാര്യമാണ്. 1 അപരാധം, 2 അഡൽട്ടാണ്, 3 കോമാളിത്തം. ഇത് 3 ഏറ്റവും കൂടുതൽ റീച്ചുള്ളത്. പെരേര എന്തുകൊണ്ട് കോമാളിത്തം കാണിക്കുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ അണ്ണൻ്റെ ഒരു ഫേസ് വാല്യൂ നോക്കുന്നില്ല. അപ്പം എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കണ്ടേ? ഇപ്പം തന്നെ പലതിനും മാറിക്കൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഫീൽഡ് ഔട്ട് എനിക്ക് പറയാണ്. ഞാൻ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പെരേര മറ്റേ ആൾക്കാർ ഒരുപാട് പെണ്ണുങ്ങളൊപ്പം വീഡിയോ എടുക്കുന്നുണ്ട്. അത് ഞാൻ മണപ്പൂർ എടുക്കാത്തതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിം പെരേരയോടൊപ്പം കണ്ടല്ലോ, ഒരു കത്തനാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിം അല്ലാതെ റീലാണ്. അത് ആ മീഡിയക്കാരുടെ വേണ്ടി ഞാൻ ചെയ്തതാണ്. എനിക്ക് അങ്ങനത്തെ റീച്ച് ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഈ സ്പൂഫ് എടുക്കുന്ന ഒട്ടും ശരിയല്ല. കാരണം വലിയ ആക്ടേഴ്സാൽ ചെയ്ത സ്പൂഫ് പടങ്ങൾ ഇവർ ചെയ്ത് കിരീടം പോലെ സിനിമയെല്ലാം പെരേര സ്പൂഫ് എടുക്കുന്നത് വളരെ മോശമാണ്. അത് ക്ലാസിക് മൂവിയാണ്. അതെല്ലാം സ്പൂഫ് ചെയ്യാൻ ശരിയല്ല. കാരണം കിരീടം പറഞ്ഞാൽ ലാലേട്ടൻ്റെ കിഡലിന് അഭിനയമാണ്. അങ്ങനത്തെ സീൻസ് ഇങ്ങനെ എടുക്കുന്നത് ശരിയല്ല. സ്പൂഫിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ വേൾഡ് കപ്പ് ഒക്കെ കാണാൻ തുടങ്ങിയോ? വേൾഡ് കപ്പ് ആദ്യം ഞാൻ കാണുകയാണ്. പിന്നെ ഒരു രസമില്ല വേൾഡ് കപ്പ് കാണാനില്ല. ഈ രാത്രി കാണാണ്ടിരിക്കും. പക്ഷെ ഓവർ ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകും. ഏത് രാജ്യം സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ പോർച്ചുഗൽ ജയിക്കണം ആഗ്രഹിച്ചാണ്. ഫാനായിട്ടല്ല. കാരണം ഇയാൾക്ക് എൻ്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അർജന്റീന ഫാനാണ് ബേസിക്കലി. പിന്നെ എനിക്ക് ഇപ്പോൾ താല്പര്യമുള്ള കളി കണ്ടുവന്നപ്പോൾ ഫ്രാൻസാണ്. എംബാപ്പെ ഒരാളില്ലേ, എംബാപ്പെ എൻ്റെ പേര് പ്രൊണൗൺസ്മെൻറ്റ്. അയാൾ ഇവൻ മെസ്സിയെക്കാട്ടും ബെസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാച്ച് അറിയില്ല. മിക്കവാറും ഫൈനൽ അർജന്റീന ഫ്രാൻസ് ആയിരിക്കും. അതിൽ ഫ്രാൻസ് ചെയ്യും. പിന്നെ ആൾക്കാർ പറയുന്നു അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു, റെഫറി സപ്പോർട്ട് ചെയ്യുന്നു. അതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും എനിക്ക് ഫ്രാൻസ് ചെയ്യണമെന്നാണ്.